നിർഗുണനായ ദുഷ്ടൻ. അവൻ ആരാണ് ഈ നിർഗുണനായ ദുഷ്ടൻ? അവൻ ഒരു കഴിവില്ലാത്തവനെ വിളിക്കുന്ന പേരല്ല കേട്ടോ നിർഗുണനായ ദുഷ്ടൻ എന്ന്. ഞാൻ പറഞ്ഞുതരാം. നിർഗുണനായ ദുഷ്ടൻ കുടില സംസാരവുമായി ചുറ്റി നടക്കും. അതാണ് ഇന്ന് വചനത്തിൽ പറയുന്ന കാര്യം. ഈ നിർഗുണനായ ദുഷ്ടൻ എന്ന് പറയുന്നത്, നിർഗുണൻ എന്ന് പറയുന്നവൻ അവൻ ഒരു കഴിവില്ലാത്തവനല്ല. അവന് കഴിവൊക്കെ ഉണ്ടാവും, പക്ഷെ അവൻ ഒരു ഗുണത്തിന് ഒരു കാര്യം ചെയ്യല, ഒരു കാര്യവും അവൻ ഏറ്റെടുക്കില്ല. അവനെയാണ് ഈ ദുഷ്ടൻ എന്ന് തന്നെ വിളിക്കുന്നത്. എന്നിട്ട് അവൻ ചെയ്യുന്ന പരിപാടി അറിയാവാ, കുടിലമായ സംസാരവുമായി ചുറ്റി നടക്കും എന്ന് പറഞ്ഞാൽ ഈ ചെയ്യണ ആൾക്കാരെ കുറിച്ച് അവനില്ലാത്ത കുറ്റം ഉണ്ടാവില്ല, കുറവുണ്ടാവില്ല. അവൻ അവരെ കുറിച്ച് കുറ്റവും കുറവും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അവൻ അങ്ങനെ ചെയ്ത അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അതങ്ങനെയാണ്, ഈയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. ഇവരെയാണ് നമ്മൾ വിളിക്കേണ്ട പേര് നിർഗുണനായ ദുഷ്ടനെന്ന്. കാരണം എന്താ? ഇവന്മാര് ദുഷ്ടത്തരമാണ് ചെയ്യുന്നത്. നന്മകൾ ഒന്നും ചെയ്യത്തുമില്ല. ചെയ്യണവരെ കുറിച്ച് ഇങ്ങനെ കുടിലമായ സംസാരവുമായിട്ട് നടക്കും. ഇങ്ങനത്തെ നിർഗുണന്മാരായ ദുഷ്ടന്മാര് നമ്മുടെ അടുത്ത് എന്തെങ്കിലും പറയാൻ വേണ്ടി വന്നാൽ അവരിൽ നിന്ന് ഓടിപ്പോയേക്കണം. എങ്ങനെയെങ്കിലും അവർ ഒഴിവാക്കി. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താ പറയാ, നമ്മളും ഇതുപോലത്തെ നിർഗുണന്മാരായിട്ട് മാറിപ്പോകും. ഞാൻ കണ്ടിട്ടുണ്ടത്. അത് വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഇങ്ങനത്തെ ചില ആൾക്കാരോട് കൂടി കഴിയുമ്പോൾ അവരും ഫുൾ നെഗറ്റീവ് ആയിരിക്കും. വായിന്ന് വന്ന് അതൊന്നും ശരിയാവില്ല, അത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും കേട്ടാ, ചെയ്യാൻ പോയല്ലേ കേട്ടാ, അങ്ങനെ ചെയ്യാൻ പോയാ ഇങ്ങനെ വന്നാൽ നമ്മളാകെ പെട്ടുപോകും കേട്ടാ, ഒരു കാര്യവും ചെയ്യിപ്പിക്കത്തുമില്ല എന്ന ചെയ്യണവരെ കുറിച്ച് കുട്ടിലമായ സംസാരവും സംസാരിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും. തിരിച്ചറിയാൻ പറ്റട്ടെ ഇങ്ങനെയുള്ളവരെ. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഭാവം ഉണ്ടെങ്കിലും തിരിച്ചറിയാൻ പറ്റട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.